ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 40-45 വർഷമായി ഒരേ മുന്നണി ഒരേ പാർട്ടി തന്നെ ഭരണം നടത്തിക്കൊണ്ട് പോയത് കൊണ്ട് പല പല കാര്യങ്ങളും പുറം ലോകം അറിയാതെ പോയി. ഫയലുകളെല്ലാം തന്നെ അവരുടെ കൈവശം, അല്ലെങ്കിൽ ഫയലുകൾ അല്ലെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഫയലുകൾ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഈ പാർട്ടിയുമായിട്ട് ഭരിച്ചിരുന്ന 45 വർഷം ഭരിച്ചിരുന്ന CPM-മായി ബന്ധമുള്ളവരാണ് ഈ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ കെട്ടിടങ്ങളും വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥത്തിൽ വൻ തുക കൈക്കൂലി വാങ്ങാനുള്ള അവസരമാണ് ഉണ്ടായി കൊടുത്തുകൊണ്ടിരുന്നത്. നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മേയറായിട്ട് VV രാജേഷ് അധികാരമേറ്റ് ആ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നമ്മളൊക്കെ കേട്ടൊരു വലിയൊരു കോടികളുടെ നഷ്ടക്കഥയാണ്. അതായത് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഭരണപ്പിഴവ് തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ തെളിവുകളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് മുൻ കൗൺസിലറായിരുന്ന ശ്രീകാര്യം ശ്രീകുമാർ. സാർ, നമ്മളിപ്പോൾ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ തുക ചെറിയ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് 40 വർഷത്തോളം അതേ രീതിയിലുള്ള തുക തുടർന്നുകൊണ്ട് കോർപ്പറേഷൻ ലഭിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള വരുമാനം കുറഞ്ഞു എന്നുള്ള തരത്തിലാണ്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അതൊന്നുമല്ലല്ലോ. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പാകപ്പിഴവുകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നടപടികളായിട്ടാണ് തോന്നുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? നമ്മുടെ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ആസ്തി ഉള്ള ഒരു നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 40-45 വർഷമായി ഒരേ മുന്നണി ഒരേ പാർട്ടി തന്നെ ഭരണം നടത്തിക്കൊണ്ട് പോയത് കൊണ്ട് പല പല കാര്യങ്ങളും പുറം ലോകം അറിയാതെ പോയി. ഫയലുകളെല്ലാം തന്നെ അവരുടെ കൈവശം, അല്ലെങ്കിൽ ഫയലുകൾ അല്ലെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഫയലുകൾ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പലതും പുറത്തു വരാൻ വൈകി. പല കാര്യങ്ങളും പുറത്തു വരാൻ വൈകി. ഇപ്പോൾ ഒരു ഭരണമാറ്റം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടെ കാര്യങ്ങൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ നിരവധിയായ പരാതികൾ നഗരസഭയ്ക്കും സർക്കാരിനും വിജിലൻസ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾക്കും നൽകിയിട്ടുണ്ടെങ്കിലും ഒന്നിനും തന്നെ കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവസാനം പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA-യും ശാസ്തമംഗലം കൗൺസിലുമായിട്ടുള്ള ഒരു തർക്കം. ആ തർക്കം ഒരു കെട്ടിടത്തിൽ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നുവെങ്കിലും അതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ആ തർക്കം ഒരു വലിയൊരു അഴിമതിയിലേക്ക്, വാടക കൊള്ള എന്ന് പറയുന്ന ഒരു അഴിമതിയിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് ഈ പാർട്ടിയുമായിട്ട് ഭരിച്ചിരുന്ന 45 വർഷം ഭരിച്ചിരുന്ന CPM-മായി ബന്ധമുള്ളവരാണ് ഈ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ കെട്ടിടങ്ങളും വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു കെട്ടിടം ഒരു റൂമിന്, അത്യാവശ്യം വലിപ്പമുള്ള റൂമിന് 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് അവര് മറിച്ച് 25,000 രൂപയ്ക്ക് 50,000 രൂപയ്ക്കും മറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന അതിനകത്ത് വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ആ കെട്ടിട കാര്യങ്ങളിലൊക്കെ തന്നെ മുനിസിപ്പൽ ആക്ടിൽ ഇതിന് പറയുന്നത് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കെട്ടിടങ്ങളാവട്ടെ, റൂമുകളാവട്ടെ, കച്ചവടം നടത്തുന്ന ബങ്കറുകളാവട്ടെ, എവിടെയാണെങ്കിലും അവർക്ക് കൂടി അതിന് നിശ്ചിത ശതമാനം നൽകണമെന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ബങ്കറോ ഒരു കടയോ ഒരു കെട്ടിടമോ പോലും ഈ പട്ടിക വിഭാഗങ്ങൾക്ക് നൽകിയിട്ടില്ല. അത് മുനിസിപ്പൽ ആക്ടിൽ പ്രത്യേകം പറയുന്ന ഒരു ഖണ്ഡിക തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം. പിന്നെ വ്യാപകമായി ഇപ്പോ നമ്മുടെ വട്ടിയൂർക്കാവ് MLA അതേ മേയറായിരുന്നു. ആ സമയത്ത് നിർമ്മിച്ച കെട്ടിടം ആണ് അദ്ദേഹം ഇപ്പോൾ MLA-യുടെ. സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരു കെട്ടിടം ഉപയോഗിക്കുന്നത് തെറ്റത് കാണുന്നില്ല. കാര്യം MLA ആയാലും കൗൺസിലറായാലും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അത് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ന്യായമായ വാടക നൽകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, ജനപ്രതിനിധികൾക്ക് അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് സൗജന്യമായി നഗരസഭ നൽകും എന്ന് പറയുന്നതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം നമ്മുടെ ശ്രീകാര്യത്ത് ഒരു കോർപ്പറേഷന്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റോഡ് വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇടിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്ഥലത്തെ MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഒരു ഓഫീസ് അവിടെ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ള ഒരു കോർപ്പറേഷൻ റെസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെയും ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ സൗജന്യമായിട്ടാണ് പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ കോങ്ങമോട് ജംഗ്ഷനിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടായിരുന്നു. അതും ഇപ്പൊ ഇടിച്ചു മാറ്റിയിട്ടുണ്ട്, പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്ന കരാറുകൾ
അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് നൽകിയിരുന്നത്, ഏത് റേറ്റിലാണ് നൽകിയിരുന്നത് എന്നുള്ളത് പരിശോധിക്കണം. അതോടൊപ്പം ഇടിച്ചു മാറ്റിയ കെട്ടിടങ്ങളിൽ വീണ്ടും ഇവർക്ക് തന്നെ കടമുറി കൊടുക്കാം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ ഇനി പാലിക്കാൻ പാടില്ല. പുതിയ ടെൻഡർ നടത്തി ഏറ്റവും ഉയർന്ന ടെൻഡറിൽ ആർക്കാണോ ലഭിക്കുന്നത് അവർക്ക് ലഭിക്കണം. നിയമാനുസരണം നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് 10,000 രൂപ ഒരു കെട്ടിടത്തിന് വാടക റൂമിന് ഉണ്ടെങ്കിൽ 10,000 വാങ്ങിക്കേണ്ട ഒരു 8,000 രൂപയെങ്കിലും നഗരസഭ ഈടാക്കണം. കാര്യം സർക്കാരിന്റെ സ്ഥാപനമാകുമ്പോൾ ജനങ്ങൾക്ക് ഒരു അല്പം കുറവ് കൊടുക്കുക. എന്നാലും ഇത്ര ഭീമമായ നഷ്ടം വരുത്തിക്കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥത്തിൽ വൻ തുക കൈക്കൂലി വാങ്ങാനുള്ള അവസരമാണ് ഉണ്ടായി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഈ ഫയലുകൾ പരിശോധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു ഇന്റേണൽ അന്വേഷണം മാത്രം പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തത്. ആ പരാതിയിന്മേൽ കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി എത്ര കോടി രൂപ നഗരസഭയ്ക്ക് ഈ തരത്തിൽ നഷ്ടം വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. ഇത് പരിശോധിച്ചിട്ട് ഈ നഷ്ടം വരുത്താൻ ഇടയായ ഉദ്യോഗസ്ഥർ, മനഃപൂർവ്വം നഷ്ടം വരുത്തി അതിൽ പങ്കുപറ്റുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരിൽ നിന്ന് ഈ പണം ഈടാക്കുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കണം. മറ്റൊരു കാര്യം, ഇത് കെട്ടിടം മാത്രമല്ല, വലിയ തോതിൽ അഴിമതി നടക്കുന്നത് നഗരസഭയുടെ ആസ്തിയായിട്ടുള്ള സ്ഥലങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. മാർക്കറ്റുകൾ നടത്തുന്നു. ഈ മാർക്കറ്റിനുള്ളിലും ഇതുപോലെ തന്നെയാണ്. ഈ മാർക്കറ്റുകൾ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ രൂപം ഇപ്പോഴും വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപം ഉണ്ടാക്കണം. ഈ നാളിതുവരെ നടന്ന അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണം. ഇനി അഴിമതി ഇല്ലാത്ത, പഴുതില്ലാത്ത രീതിയിൽ ഈ നഗരസഭയുടെ ആസ്തി ബാധ്യതകളുള്ള എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് വാടക കൊടുക്കുമ്പോൾ കൃത്യമായ നിയമം പാലിക്കുവാനുള്ള ഒരു നിബന്ധന ഈ പുതിയ ഭരണസമിതി കൊണ്ടുവരണം എന്നുകൂടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മളിപ്പോ ഇതെല്ലാം പറഞ്ഞു വരുന്നത് ശ്രീലേഖയും അതുപോലെ തന്നെ വി കെ പ്രശാന്തും തമ്മിലുള്ള ഒരു തർക്കത്തിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോ വി കെ പ്രശാന്ത് ഇതിലൊരു മറുപടിയായിട്ട് അല്ലെങ്കിൽ ന്യായീകരണമായിട്ട് നൽകുന്നത്, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ള വാടകയാണ് കൊടുക്കുന്നത്, അത് കുറഞ്ഞു പോയി എന്നത് എന്റെ തെറ്റല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ഭരിക്കുന്ന അതേ വിഭാഗത്തിന്റെ ഒരാളാണ് ആ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഭരണകൂടത്തിന്റെ ഒരു പിഴവായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഈ 45 വർഷം അല്ലെങ്കിൽ 50 വർഷവും ഈ തരത്തിലാക്കി വെച്ചിരുന്നത് ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷ നഗരസഭ ഭരണാധികാരികളാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അവര് പുതുതായിട്ടുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ തെറ്റുകൾ ആവർത്തിക്കുക. അതാണ് ഞാൻ പറയുന്നത്. റൂമിന് 10,000 രൂപ പൊതു കെട്ടിടങ്ങളിൽ കിട്ടുമെങ്കിൽ നമുക്കൊരു 8,000 രൂപയെങ്കിലും നഗരസഭ കിട്ടും. അല്ലെങ്കിൽ ലേലം വിളിച്ച് ഏറ്റവും കൂടിയ റേറ്റ് എന്താണോ കിട്ടുന്നത്. പക്ഷെ ഈ 10,000 20,000 രൂപ കിട്ടുന്നത് 800 രൂപയ്ക്കും 500 രൂപയ്ക്കോ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ അവർ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതുവരെ അത് ചെയ്തിട്ടുള്ളൂ. മുനിസിപ്പൽ ആക്ടും സർക്കാരിന്റെ നിയമവും ഒക്കെ പാലിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നഗരസഭയ്ക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആവശ്യമായ നിയമ പരിഷ്കാരം നടത്തണം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും മുനിസിപ്പൽ ആക്ടിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യണം. നഗരസഭ കൗൺസിൽ മാറ്റം വരുത്തണം, അങ്ങനെ വരുത്തണം. എന്തായാലും 25,000 50,000 രൂപയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന കെട്ടിടങ്ങൾ കടമുറികൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് അല്ലാതെ ചെയ്യുന്നതോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന ഒരു വൻ അഴിമതി തന്നെയാണ്. പക്ഷെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നതിന് 500 600 അത് സൗജന്യമായി വിട്ടുകൊടുക്കുകയും വേണമെന്നാണ് അഭിപ്രായം. നമ്മുടെ സർക്കാർ കെട്ടിടങ്ങളെല്ലാം ജനപ്രതിനിധികൾക്ക്, അത് MLA ആവട്ടെ, കൗൺസിലർ ആവട്ടെ, പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, ആരായാലും അത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് അതിന് 1 രൂപ പോലും ഈടാക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള അഭിപ്രായം.